ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നലെ വീട്ടിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. എൻ്റെ ബാക്കിയാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പം ഞാൻ അവിടെ കുറേ ലേഡീസ് പൂ ഉണ്ട്. അപ്പം പണ്ട് ഈ ലേഡീസ് പൂവും മുല്ലപ്പൂടെ വെച്ചിട്ട് ഞങ്ങൾ കെട്ടിക്കൊണ്ട് പോകുമായിരുന്നു കേട്ടോ, തലയിലൊക്കെ വെച്ചിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ മോക്ക് ഇന്ന് കെട്ടിക്കൊടുക്കാമെന്ന്. അപ്പം ഞാൻ ലേഡീസ് പൂ ഒക്കെ പോയി, പലയിടത്തും പല പേരാണ് കേട്ടോ അറിയപ്പെടുന്നത്. കനകാംബരം എന്നൊക്കെ പറയാറുണ്ട്, ലേഡീസ് എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ ലേഡീസ് പൂ ഒക്കെ പറിച്ചുകൊണ്ട് നമുക്ക് ഞാൻ കെട്ടിക്കൊടുക്കുമായിരുന്നു കേട്ടോ. അവൾക്കാണെങ്കിൽ ഇതുപോലെ പൂവൊക്കെ വെക്കാൻ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ മുല്ലപ്പൂവൊക്കെ കാണുവാണെങ്കിൽ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് മുല്ലപ്പൂ ഉണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്തിനോ വേണ്ടിയിട്ട് അവർ രണ്ടുപേരുടെ വഴക്കുണ്ടായിട്ട് അവൾ എന്നോട് ചൂടാവുന്നതാണ് കേട്ടോ. ഞാനാണെങ്കിൽ വാഴനാരിനകത്ത് കേട്ടോ, വാഴനാരിനകത്താണ് കേട്ടോ ലേഡീസ് പൂ കിട്ടിയത്. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ, ഇപ്പോഴല്ലേ ഈ നൂലൊക്കെ ആയത്. അപ്പോൾ അതിനകത്ത് ഇട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വെക്കുന്നതൊന്നും കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയില്ല കേട്ടോ. ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കുള്ള ക്ലിപ്പേ പിന്നെ അതിനടുത്ത് വരുന്നുള്ളൂ. അതാണ് റിയാലിറ്റി. പിന്നെ ഞാനാണെങ്കിൽ പിള്ളേർക്ക് ചായക്ക് കഴിക്കാൻ വേണ്ടി മധുരക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പോൾ അതൊക്കെ എടുത്തിട്ടോ. അതൊക്കെ കഴിക്കുന്നതെന്ന് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പിള്ളേരെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മെയിൻ ഫോക്കസ് പിള്ളേരെ കാണാനുള്ളതാണല്ലോ. അപ്പം പിള്ളേരെ കാണുന്ന അവിടെ ചെന്നിട്ടുള്ളതൊന്നും എടുത്തിട്ടില്ല ഗൈസ്. അതിൻ്റെ കാര്യം അവിടെയൊക്കെ പോയിട്ട് ഞങ്ങൾ 11:30 ആയിട്ടോ വീട്ടിലെത്തുമ്പോൾ. പിന്നെ പിറ്റേ ദിവസത്തെയാണ് കേട്ടോ ഞാൻ പിന്നെ എടുത്തേക്കുന്നത്. പിറ്റേ ദിവസം നമ്മുടെ അയ്യത്തൊരു ചക്ക നിപ്പുണ്ട്, ഒറ്റ ഒരു ചക്ക മാത്രം കേട്ടോ. ചക്ക നിപ്പുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാനും അച്ഛനും ഏട്ടനോട് ഇറങ്ങിയേക്കാണ് കേട്ടോ. ഞാനും അച്ഛനോട് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഞാൻ വെറുതെ ഏട്ടനോട് ചോദിച്ചു വരുന്നോന്ന്. അപ്പോൾ ഏട്ടൻ അങ്ങ് റെഡിയായിട്ട് മീൻസ് കൂടെ വന്നു കേട്ടോ. അപ്പം പിന്നെ നമ്മുടെ പറമ്പൊക്കെ വലിയ അങ്ങനെ ഒരുപാട് കൃഷി. ഇവിടെ ഒന്നാമത് പന്നി ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. ഫുള്ള് വേരി കെട്ടിയാലേ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. അപ്പോൾ അച്ഛനാണെങ്കിൽ ഒരു പ്ലാവ് കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഓൾറെഡി ഒരു കുഞ്ഞി ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കഥ ഇങ്ങനെ പറയായിരുന്നു. ആ ചക്കയാണെങ്കിൽ അതിന് നട്ടിട്ട് 2 ആഴ്ച ആയതേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് ചക്ക ഇങ്ങനെ ഇച്ചിരി വലുതായിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ അത് മുറിച്ച് കളഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു അതങ്ങ് നട്ടുകൂടായിരുന്നു, അത് പറയായിരുന്നല്ലോ 2 ആഴ്ച ആയപ്പോഴത്തേനും പ്ലാവിനകത്ത് ചക്ക വന്നു എന്നൊക്കെ. അങ്ങനെയൊക്കെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ കുറേ വാഴ, അങ്ങനെ കുറേ ഇടയ്ക്കിടയ്ക്ക് കുറേ സാധനങ്ങൾ അങ്ങനെയൊക്കെ നട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ മെയിനായിട്ട് ഇതിനകത്ത് പ്ലാവായിരുന്നു. കുറേ പ്ലാവ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ മുറിച്ച് കളഞ്ഞാണ്. കുറേ പ്ലാവ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒറ്റ ഒരു ചക്കയുള്ളൂ കേട്ടോ, വലുത്. പിന്നെ മുളയൊക്കെ പൊട്ടി വരുന്നുണ്ടെങ്കിലും ഒറ്റ ഒരു ചക്കയുള്ളൂ. പിന്നെ തെങ്ങ്, അച്ഛനിങ്ങനെ പറയാം തെങ്ങൊക്കെ നട്ട് തെങ്ങിനത് കൂമ്പൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ തേങ്ങയ്ക്കൊക്കെ ഭയങ്കര ചിലവാണ്. പക്ഷെ തെങ്ങില്ല, അതാണ് കേട്ടോ. അപ്പം ഒരു തേങ്ങയാണ്. ഞാനിങ്ങനെ ഏട്ടനോട് പറഞ്ഞു തേങ്ങയൊക്കെ വേണ്ടാവട്ടെ, നമുക്ക് ലാവശ്യമായിട്ട് തേങ്ങയൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ കാണുന്നില്ലേ, ആ ഒറ്റ ഒരു ചക്കയുള്ളൂ കേട്ടോ. വേറെ പ്ലാവിലൊക്കെ ചക്കയുണ്ടോ ഞങ്ങളൊന്ന് നോക്കിയതാണ്. അപ്പോൾ താഴെ നിന്നാൽ മതി ആ ഒരു ചക്ക. പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ, നമുക്ക് ആദ്യമേ കിട്ടുന്ന ചക്കയാണ്. അതുകൊണ്ട് അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര എല്ലാവർക്കും കൊടുക്കണം എന്നൊരു ഇതാണ് കേട്ടോ. ആ മൈൻഡാണ് അമ്മ. അപ്പോൾ മുറിച്ചിട്ട് നമ്മളിവിടെ ഇങ്ങനെ കോടാലി വെച്ചിട്ട് ഒറ്റ വെട്ടാണ് അമ്മ. ആ വെട്ടിയപ്പം മൊത്തം പോകുന്നില്ല കേട്ടോ, കോടാലി ഇടയ്ക്ക് കുടുങ്ങിപ്പോയി. പിന്നെ അതിനെ പിച്ചാത്തി വെച്ചിട്ട് കുറേ കഷ്ണങ്ങളാക്കിയിട്ടോ. ഒരു ചക്കയെ ഞങ്ങൾ കുറേ കഷ്ണങ്ങളാക്കി എല്ലാ വീട്ടിലും ഇച്ചിരി വീതം കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ചക്കയൊക്കെ ഇട്ട് മാർക്കും കിട്ടൂലല്ലോ, ഇടയ്ക്കൊക്കെ ആർക്കെങ്കിലും എല്ലാം കിട്ടില്ല. എനിക്കാണെങ്കിൽ മെയിനായിട്ട് എനിക്ക് പുഴുങ്ങി കഴിക്കുന്നത്, ചക്ക വേവിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ പച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പച്ചയ്ക്ക് ഒരു ചക്ക വേണമെങ്കിലും തിന്ന് തീർക്കും. അത്രയ്ക്ക് എനിക്ക് പച്ചയ്ക്ക് തിന്നാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അമ്മ ഇതെല്ലാം പറക്കുന്നത്. അപ്പം ഞാനും അമ്മയും കൂടെ അതെല്ലാം പറക്കി എടുത്തിട്ട് പിന്നെ ഞാൻ അരിഞ്ഞൂടെ കൊടുത്തിട്ടോ. അപ്പം പിള്ളേർ ഇവിടെ തകർത്ത് പുറത്ത് നിന്ന് കളിക്കായിരുന്നു. വലിയ വെയിലൊന്നും ഇല്ല കേട്ടോ, വെയിലായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ വെയിൽ അത്രയൊന്നും ഇല്ല. അപ്പോഴത്തേനും നോക്കിയപ്പോൾ ചക്കയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പം ചക്കയും ചിക്കൻ കറിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. വെറുതെ വീഡിയോക്കകത്ത് കാണിക്കാമല്ലോ, എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത സാധനമാണ് ഞാൻ പറഞ്ഞില്ല, ചക്ക. അപ്പം ഞാൻ വന്ന് നോക്കിയപ്പോൾ അച്ഛനും മോനോട് ഭയങ്കര ഉറക്കമാണ്. ഞാൻ വിചാരിച്ചാൽ അവരെ വിളിക്കേണ്ട, എല്ലാം സെറ്റായിട്ട് വിളിക്കാം. അപ്പോഴത്തേനും അമ്മയാണെങ്കിൽ നമ്മുടെ സാമിക്കഞ്ഞി കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വീട്ടിലപ്പുറത്ത് നമ്മുടെ അതിലൊക്കെ വീട്ടിൽ സാമിക്കഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് അസ്ത്രവും കഞ്ഞിയും വാങ്ങിച്ചോണ്ട് വന്നു. അസ്ത്രവും കഞ്ഞിയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ചക്കയും ചിക്കൻ കറിയൊന്നും വേണ്ട, അസ്ത്രവും കഞ്ഞിയായിട്ടോ. ഞാനും ഏട്ടനും അസ്ത്രവും കഞ്ഞിയാണ് കഴിച്ചത്. നല്ല നമ്മൾ അത്രയൊക്കെ വീട്ടിൽ കെനഞ്ഞ് പരിശ്രമിച്ചാലും ഈ അയ്യപ്പന്മാരുടെ വീട്ടിലുണ്ടാക്കുന്ന അസ്ത്രത്തിൻ്റെ അയലോക്കത്ത് നമ്മളെത്തൂല കേട്ടോ. അതുപോലെ ടേസ്റ്റ് ആയിരുന്നു. ഏട്ടനും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ രണ്ടുപേരും അതാണ് കേട്ടോ കഴിച്ചത്. അത് കഴിച്ച് ഞാൻ വിചാരിച്ചു ചക്ക കഴിക്കുന്ന ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും കുറച്ച് ചിക്കൻ കറി കൂട്ടി കഴിക്കുന്ന എടുക്കണം എന്നൊക്കെ വിചാരിച്ചതേ ഉള്ളൂ. പക്ഷേ എടുപ്പം നടന്നില്ല. വയറപ്പോഴത്തേനും ഫില്ലായിട്ടുണ്ടായിരുന്നു. കുറച്ച് കഞ്ഞി ഞാൻ കുടിച്ചുള്ളൂ, പക്ഷെ വയറ് ഫില്ലായി. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. പിന്നെ പിള്ളേർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നവരെ എല്ലാവരും ഇരുത്തിയിട്ടാണ് ഞാൻ കൊടുത്തത് കേട്ടോ. പലർക്കും പല സെക്ഷനാണ്. ചിലർക്ക് ചോറ് മാത്രം മതി, ചിലർക്ക് ചക്ക മാത്രം മതി, ചിലർക്ക് ചക്കയും ചോറും വേണം. അങ്ങനെയുള്ള സെക്ഷൻസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനും കഴിക്കുമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഞ്ഞി അസ്ത്രമാണ് കഴിച്ചത്. ഞാൻ കഴിക്കാതിരുന്നപ്പോഴും ഇത്രയും തീർന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ലാസ്റ്റാണ് കഴിക്കാൻ വന്നത്. ഇത്രയും തീർന്നിട്ടുണ്ടല്ലോ, അത്രയും കൂടെ ഉണ്ടായിരുന്നു.
അപ്പോൾ എൻ്റെ കഴിപ്പും കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ച് വൈകുന്നേരം അമ്പലത്തിലോട്ട് ഇറങ്ങുന്നു. പിള്ളേരെല്ലാം ഉണ്ടല്ലോ, അമ്മയും കുടുംബശ്രീയുടെ എന്തോ കാര്യത്തിനും പോയേക്കുമായിരുന്നു. അപ്പം ഞാൻ പിള്ളേരെല്ലാം റെഡിയാക്കിയിട്ട് നേരെ വണ്ടിക്കകത്ത് കയറി നേരെ പട്ടാഴി അമ്പലത്തിലോട്ട് വിട്ടു കേട്ടോ. ഞാൻ കുറേ കാലമായി കുറേ കാലം മീൻസ് ഒരു വർഷമായി കേട്ടോ. അപ്പോൾ പട്ടാഴി അമ്പലത്തിലായിട്ട് ജോലി കിട്ടിയ സമയത്താണ് ഞങ്ങൾ അമ്പലത്തിൽ പോയത്. പിന്നെ അതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ നാട്ടിലെ അമ്പലത്തിലും കയറി. അപ്പോൾ താഴത്തെ അമ്പലത്തിലാണ്, മേളിൽ കാവാണ് കേട്ടോ, അവിടെ കയറി തൊഴുത്. താഴെയാണെങ്കിൽ അടച്ചേക്കുമായിരുന്നു. 5 മണിയായിട്ടേ ഉള്ളൂ കേട്ടോ. 5 മണി കഴിഞ്ഞു, പക്ഷെ അടച്ചേക്കുക. അപ്പം നോക്കിയപ്പം തിരുമേനി വന്നിട്ടുണ്ട്. തിരുമേനി വന്നതേ ഉള്ളൂ. അപ്പം തിരുമേനി വന്നിട്ട് ഇനിയും നടയൊക്കെ തുറക്കുമ്പോൾ ഇനി കുറേ സമയമാവൂലേ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനി പിന്നെ പുറത്തുനിന്ന് തൊഴുതിട്ട് ഞങ്ങൾ പിന്നെ കയറാമെന്ന് വിചാരിച്ചു. ഞാൻ ഇപ്പം ഈ മകരവിളക്കും കാര്യങ്ങളൊക്കെ പ്രമാണിച്ച് എല്ലാ അമ്പലത്തിലും എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ. ഞങ്ങളിപ്പം പട്ടാഴി പോകുന്ന വഴിക്കൊക്കെ അമ്പലങ്ങൾ, ഒരു വിഷ്ണു ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ എന്തൊക്കെയോ ഭയങ്കര നല്ല പരിപാടീസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ വണ്ടി കയറിയിട്ട് പോയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന എളുപ്പത്തിനുള്ള ചാടി വന്നതാണ് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല വെയിൽ മീൻസ് ഒരു 5:30 ആയിട്ടുണ്ട് ഇപ്പോൾ, ആ സമയമായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ചൊരു ഇവിടുന്ന് ഒരു 20 മിനിറ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഇപ്പം ഒരു 5:45 അപ്പം ആയപ്പോഴാണ് ഞങ്ങൾ ചെന്നത്. ഇപ്പം തന്നെ ഇവിടുത്തെ തിരക്കുണ്ടോ. ഇവിടെ ഈ തിരക്ക് നിങ്ങൾ നോക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ കണ്ടോണം കേട്ടോ. തിരക്ക് നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്നാൽ. അപ്പം ഫുള്ള് ഞങ്ങൾ കുറച്ച് നേരം ആ വ്യൂ ഒക്കെ കണ്ടിട്ട് പിന്നെ കയറി അമ്പലത്തിനകത്തോട്ട് കയറി. ഞാൻ കുറച്ച് വഴിപാടൊക്കെ കഴിപ്പിക്കാനുണ്ടായിരുന്നു. വഴിപാടൊക്കെ കഴിപ്പിച്ചിട്ട് നേരെ അകത്തോട്ട് കയറി കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഒരിടത്ത് ദുർഗാദേവി, ഒരിടത്ത് ഭദ്രാദേവിയായിട്ട് മാറിയാണ് കേട്ടോ. മെയിനായിട്ട് രണ്ട് ഇതും മെയിൻ തന്നെയാണ് കേട്ടോ. ഭദ്രാദേവിയും ദുർഗാദേവിയും വേറെ വേറെ ആയിട്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ വരുന്നൊരു അമ്പലമാണ് കേട്ടോ. നല്ല രസമാണ്, നല്ലൊരു വൈബാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ കയറിയിട്ട് താഴത്തെ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഇറങ്ങി. ഇനി മറ്റു ചുറ്റമ്പലങ്ങളെല്ലാം കയറിയിട്ട് പിന്നാണ് മറ്റേ അമ്പലത്തിൽ കയറുക. അങ്ങനെ ഉണ്ടോ. അപ്പം അപ്പത്തെ അമ്പലത്തിൽ കയറിയിട്ട് ഇറങ്ങിയപ്പോൾ കുഞ്ഞിക്ക് മാത്രം തിരുമേനി ഇത് കൊടുത്തിട്ടേ അല്ല, എല്ലാവരും കൈ നീട്ടിട്ടുണ്ട്. പിള്ളേർ 3 പേരും ഒരുപോലെ കൈ നീട്ടി. പക്ഷെ 3 പേർ കൂടെ ഒന്നിച്ച് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇവക്കാണ് കേട്ടോ ആ തിരുമേനി കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു ആരും വഴക്കുണ്ടാക്കണ്ടേ, അവൾ ചെറുതല്ലേ, അതുകൊണ്ട് വഴക്കുണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ തൊഴുകലൊക്കെ കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി. നല്ല ദീപം മൊത്തം അവിടെ കത്തിച്ചിട്ടുണ്ട്. നല്ല കാറ്റടിക്കുന്നുണ്ട്. ഒരു പ്രത്യേക ഒരു ഇതാണ് കേട്ടോ. അവിടെ നിന്നാൽ നല്ല കാറ്റടിച്ചിട്ടാണ് അതൊക്കെ കെട്ടുപോകുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു പിള്ളേർ ബഹളമായിരുന്നു കേട്ടോ, ക്ഷേത്രക്കുളത്തിൽ പോകണം എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളങ്ങനെ ക്ഷേത്രക്കുളത്തിലോ കാര്യങ്ങളൊന്നും പോയിട്ടൊന്നുമില്ല. ഞാൻ ഇതുവരെ എൻ്റെ ഓർമ്മയിൽ പോയിട്ടില്ല. അപ്പം ചെറുതിലെങ്ങാനും പോയിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. ഇപ്പം ഈ അടുത്ത് ഒന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ക്ഷേത്രക്കുളത്തിലൊന്ന് പോയിട്ട് അവിടേക്ക് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അവിടെയൊക്കെ ഫുള്ള് വൃത്തിയാക്കി, എല്ലാ സംവിധാനങ്ങളും നല്ല ഇവിടുത്തെ ഉത്സവമൊക്കെ വലിയ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നതുകൊണ്ട് നല്ല സൗകര്യങ്ങളും ആക്കിയിട്ടുണ്ട്. ബാത്റൂം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ ഇവിടെ ക്ഷേത്രക്കുളത്തിൻ്റെ അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിലൊരു ദേവിയുടെ വലിയൊരു രൂപമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താ സംഭവം എന്ന് അറിഞ്ഞൂടാ. ദേവമോള് പറഞ്ഞിട്ട് അവിടോട്ടൊരു കാവ് പോലെ ഉണ്ട് എന്ന്, അവിടെയൊക്കെ തൊഴാൻ പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവള്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം മൂസന്തി ആയല്ലോ. അപ്പം ഞാൻ പറഞ്ഞു മൂസന്തി സമയത്തൊന്നും പോവണ്ട, നമുക്ക് അറിയത്തില്ലല്ലോ, അങ്ങോട്ട് പോവണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. അവർ നല്ല ഭംഗിയായിട്ടത് പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്ന കാണുന്നില്ലേ ആ ഒരു രൂപം. അതെന്ത് സംഭവം എനിക്ക് ശരിക്കും അറിഞ്ഞൂടാ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ എല്ലാം ഫുള്ള് കവർ ചെയ്ത് ഒരു സേഫായിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത് അമ്പലക്കുളം. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനോ പിടിക്കാനോ പറ്റും. അപ്പുറത്ത് വഴിയൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ഇറങ്ങാനും പിടിക്കാനൊന്നും പോയില്ല. താണ്ടോ അതാണ്ടില്ലേ അവിടെ എന്തോ സംഭവം, അവിടെ എന്തോ വിളക്ക് കൊളുത്തെന്തോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോകാത്തതുകൊണ്ട് അറിയത്തില്ല. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം അവിടെ കുറേ പേര് ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കൂടുതൽ നിൽക്കേണ്ടെന്ന് വിചാരിച്ചു. ഒരുപാട് സന്ധ്യ ആവുന്നതിന് മുമ്പ് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അതുപോലെ ദേവമോക്കാണെങ്കിൽ 8 മണിക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് അവളെ കൊണ്ടുവിടണം വീട്ടിൽ ചെന്നിട്ട്. അപ്പോൾ ഞങ്ങളങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ നിൽക്കാൻ. നല്ല കാറ്റാണ്. പിന്നെ ഞങ്ങൾ മേളിലോട്ട് കയറിയിട്ട് മേളിൽ ആലൊക്കെ ഉണ്ട്. ആലിൻ്റെ ചോട്ടിലും കുറേ നേരം ഇരുന്നിട്ടു. നേരത്തെ ആണെങ്കിൽ ശിവൻ്റെ പ്രതിഷ്ഠയുടെ അടുത്താണെങ്കിൽ കുറച്ച് നേരം നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം ഇരുന്നിട്ടേ എല്ലാവരും പോവാവൂ എന്നൊക്കെ പണ്ട് പറയുമായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഇരുന്നിട്ടേ പോകത്തുള്ളായിരുന്നു. ഇപ്പം അതൊക്കെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ മേളിൽ കയറിയിട്ട് ആലിൻ്റെ ചോട്ടി കുറേ നേരം ഇരുന്നു. നല്ല കാറ്റാണ് കേട്ടോ, നല്ല സുഖമാണ്, നല്ല ഭയങ്കര പീസ്ഫുള്ളായിട്ട്
എന്താ അവിടെ ഭയങ്കര പീസ്ഫുള്ളാണ്. നമ്മൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നാത്ത രീതിയിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല എപ്പോഴത്തേനും തിരക്കുണ്ടോ, വണ്ടി കൊണ്ടിട്ടുകൊണ്ട് ഒരുപാട് വണ്ടി വന്ന സമയമായപ്പോഴത്തേനും ഇവിടെ പായസം എന്തോ സംഭവം ഉണ്ട് കേട്ടോ. അന്നദാനം എല്ലാ ദിവസവും ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മകരവിളക്ക് പ്രമാണിച്ച് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. 41 ദിവസം ഇവിടെ പായസവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലാതെ തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങളാണെങ്കിൽ ഈ തിരക്ക് കാരണം പിള്ളേരെയും കൊണ്ട് നിൽക്കുമ്പോൾ പാടല്ലേ, അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു വേണ്ടെങ്കിൽ പോയേക്കാന്ന് വിചാരിച്ച് അങ്ങ് പോയി. കഴിഞ്ഞ ലാസ്റ്റ് ഞങ്ങൾ വന്നപ്പം ഇവിടെ പായസമൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വിഷ്ണു ക്ഷേത്രം ഉണ്ടെന്ന്. ഇവിടെ ആണെങ്കിൽ ഒരു മോള് നിന്നിട്ട് പാട്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടോ. അയ്യപ്പൻ്റെ പാട്ട് പാടുന്നുണ്ടായിരുന്നു, സാമവേദം പാടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ചായക്കടികൾ വാങ്ങിച്ച് നേരെ വീട്ടിൽ പോയിട്ട് പിന്നെ പിള്ളേരെയും കൊണ്ടുവിട്ടിട്ട് ഞങ്ങൾ നേരെ ആറന്മുളയ്ക്ക് തിരിച്ചു പോകുന്നു കേട്ടോ. അമ്മയാണെങ്കിൽ വീട്ടിൽ നിന്നെല്ലാം തന്നു വിട്ടിട്ട് ഡേമോൾക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങി. പിന്നെ വീട്ടിൽ വന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ ആഹാരം കഴിക്കായിരുന്നു കേട്ടോ. ചിക്കൻ കറിയും ചോറും രസവും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഉച്ചയ്ക്ക് ഞങ്ങൾ ചിക്കൻ കറി കൂട്ടിയില്ല. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ അതൊക്കെ കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ വീട്ടിൽ തിരിച്ച് വന്നിട്ടുണ്ട്. നാളെ മുതൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ.